പരിശുദ്ധ സഭാംഗങ്ങളെ, നാം ഇന്നു മുതൽ 50 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് നോമ്പിലേക്ക് പ്രവേശിച്ച നാം ഇന്ന് ഉച്ച നമസ്കാരത്തോടുകൂടി ശുഭക്കോനോ ശുശ്രൂഷ നടത്തി നോമ്പ് ആരംഭിക്കുന്നു. സൗകര്യാർത്ഥം പല പള്ളികളിലും ഇന്നലെ ആരാധനയ്ക്ക് ശേഷവും അതുപോലെ സന്ധ്യാനമസ്കാരത്തിന് ശേഷവും ശുഭക്കോനോ ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. ശുഭക്കോനോ എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നമുക്കറിയാം. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ച് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർക്ക് നൽകിയതാണ് സമാധാനം. ദൈവത്തിൻ്റെ മഹത്വം പ്രാപിച്ചവർക്ക് സമാധാനം പ്രാപിക്കുവാനും അത് നൽകുവാനും സാധിക്കും. വിശുദ്ധ കുർബാനയാവുന്ന അവൻ്റെ മഹത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ അവനിൽ നിന്ന് സ്വീകരിക്കുന്ന വലിയൊരു സമാധാനമുണ്ട്. ആ സമാധാനം നാം നമ്മുടെ കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും നൽകുകയാണ് ചെയ്യുന്നത്. ഒരു പിതാവ് തൻ്റെ മക്കൾക്കും, മക്കൾ മാതാപിതാക്കൾക്കും, ഒരു ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കൾ മാതാപിതാക്കൾക്കും എല്ലാം നൽകേണ്ടതാണ് സമാധാനം. സമാധാനം പ്രാപിക്കുവാൻ സാധിക്കണമെങ്കിൽ അത് നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. സമാധാനം നാം പ്രാപിക്കേണ്ടത് കർത്താവിൽ നിന്നാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ തിരുശരീരരക്തങ്ങൾ നാം അനുഭവിക്കുമ്പോൾ ആ സമാധാനത്തിലേക്ക് നാം അടുത്തു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ സമാധാനം പ്രാപിച്ച് അത് പരസ്പരം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹപ്രദമായിരിക്കും. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനം ഈ ലോകത്തിന് നൽകിക്കൊണ്ട് നമുക്ക് ഈ നോമ്പ് ആരംഭിക്കാം. കർത്താവ് പറഞ്ഞു, സഹോദരനോട് ഹൃദയപൂർവ്വം നിങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ ഞാനും നിങ്ങളോട് ക്ഷമിക്കുകയില്ല. നമുക്ക് പരസ്പരം ക്ഷമിക്കാം, പരസ്പരം സ്നേഹിക്കാം, പരസ്പരം സമാധാനം നൽകാം. അങ്ങനെ ഈ നോമ്പ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ 1-ാം ദിവസം ദൈവത്തിൻ്റെ സമാധാനം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ സമാധാനം നിന്നിൽ നിന്ന് പ്രാപിച്ച് അത് മറ്റുള്ളവർക്ക് നൽകുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരസ്പര സ്നേഹത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, ആദരവോടെ, പരസ്പരം ക്ഷമിച്ചുകൊണ്ട് ഈ നോമ്പ് നിന്നിലേക്ക് നോക്കി ആചരിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ എന്നാളും നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആമേൻ.